കൂടിപ്പോയോ എന്നൊരു സംശയം. അതിന് കാറ്റില്ല. അപ്പുറത്തേത് നമ്മുടെ കാറ്റിന്റെ കാറ്റും കൂടെ എടുക്കുക, അതുകൊണ്ടാണ്. ടൈം ആണ്. ഇത് കണ്ടോ, പിള്ളേരൊക്കെ ഇറങ്ങി ബസ് പറ്റില്ല, എല്ലാം മുടക്കേ മുടക്കുന്നു. അടിക്ക് കേറി പോവാൻ, കേറി വാ പാപ്പ. നല്ല കാലാവസ്ഥ ഏതായാലും, അല്ലെങ്കിൽ മൊത്തം മഴ. അതെ, പണിയെല്ലാം കഴിഞ്ഞു, പൊളിച്ചു. അതെ, ഡാമിലെ അത് മറ്റേതാ തുംഗഭദ്ര ഡാമിലെ വെള്ളത്തിലാണ് ഞങ്ങളിന്ന് കുളിച്ചത്. അല്ലെങ്കിൽ മറിഞ്ഞു കിടക്കുക. അതെ, ഇവർക്ക് പിന്നെ കടലിൽ പോകേണ്ട ആവശ്യം വരില്ല. ആ ഡാമിന്റെ സൈഡിൽ പോയി നിന്നാൽ മതി. കടല് കിടക്കുന്ന പോലെ കിടക്കുന്നത്, അങ്ങേക്കര കാണത്തില്ല. താഴ്ച കാണും, അത്യാവശ്യം താഴ്ച കാണും. അത് മീനായതുകൊണ്ടാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ നിർത്തി, ഇവിടെ വണ്ടി ഇങ്ങനെ നിർത്തിയ എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊന്നുമല്ല. ഇത് കണ്ടു, കണ്ണെത്താ ദൂരത്തോളം കിടക്കുക സൂര്യകാന്തി. ഇപ്പം എല്ലാം തലതിരിഞ്ഞ് നിൽക്കുമോ. ചിത്രദുർഗ എത്തിയിരിക്കുകയാണ്. ടൗണാണ് കാണുന്നത്. ഏകദേശം 7 മണിയായി. നമ്മൾ ടൗണിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ബൈപ്പാസ് കയറി പോകും. ഇനിയിപ്പോൾ നേരെ സിറയല്ലേ, ചിത്രവർക്കിൽ നിന്ന് നേരെ സിറ വഴി നേരെ അനന്തപൂർ ഹിന്ദു ഗ്രാമം അല്ലേ, ഹിന്ദൂരോ. In 500 meters, slight left onto the ramp to National Highway 48. Slight left onto the ramp to National Highway 48. ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ പോയ ചിത്രദുർഗ ടൗൺ ആണ്. Continue on National Highway 48 for 42 kilometers. അതുകൊണ്ട് നമ്മളിവിടെ ലെഫ്റ്റ്
ഇത് ബാംഗ്ലൂർ റൂട്ടിൽ നേരെ ബാംഗ്ലൂർ മുംബൈ അല്ലേ ഇത്? ബാംഗ്ലൂർ മുംബൈ ഹൈവേയിലെ പൂന ബാംഗ്ലൂർ ഹൈവേയിലേക്കാണ് എക്സ്പ്രസ് കയറി നേരെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പൂന ഊട്ടി നേരെ സിറയെന്ന് തിരിഞ്ഞു പോകും. മുഴുവൻ കാറ്റാടിപ്പാടമാണ്. ഇവിടെ നല്ല കാറ്റുള്ള സ്ഥലമാണ്. കാറ്റാടിപ്പാടം, കൃഷി, ഇതൊക്കെ തന്നെ. ഇരുട്ടായി. രാത്രി കാഴ്ചകളൊക്കെ അവ്യക്തമായി തുടങ്ങി. അതെ, വഴികളെല്ലാം നല്ലതായിരുന്നു. പക്ഷേ രാത്രിയിൽ ഒറ്റ മനുഷ്യക്കുഞ്ഞു പോലും ഈ റോഡിലുണ്ടാവില്ല, ഒരു വണ്ടി പോലും ഇല്ല. പേടിയാവും. തന്നെയൊക്കെ ആണെങ്കിൽ പേടിയാവും. അതുപോലെ ഒരു ഏരിയ. കൂടുതൽ ആൾ സഞ്ചാരമൊന്നുമില്ല. വലിയ ഇടയ്ക്കും മുട്ടിന് ഇതുപോലെ ഓരോ വണ്ടി വരും. പരിഗി മടക്സിറ നേരെയല്ലേ? മടക്സിറ തന്നിട്ട് നമ്മൾ ബൈപ്പാസ് കയറി മടഗിരി അല്ലേ? ഇത് ടിഫനാണോ? അല്ല, ഇതിങ്ങനെ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതേ സാഹചര്യം. നല്ല ഭംഗിയുള്ള മടഗിരിക്കുള്ള ബൈപ്പാസ് ആയിരുന്നു. മടഗിരി അഗലി അത്ര വലിയ പ്രശ്നമൊന്നുമില്ല തോന്നുന്നു. മൊത്തം ഹിൽ സ്റ്റേഷൻ. ഇങ്ങനെ കിടക്കണം. ഇതെങ്ങനെ അതെങ്ങോട്ട് നോക്കിയാലും അത് ചെറിയ മഴയുണ്ടായിരുന്നു അതിൻ്റെ ഗ്ലാസ്സിൽ. അത് കുഴപ്പമില്ല. കാണാൻ നല്ല രസമാണ്. യാത്ര ചെയ്യാനും നല്ല സുഖമാണ്. വണ്ടിയില്ല, തിരക്കുമില്ല അല്ലേ? ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രം. നാരങ്ങയുടെ തോട്ടം ആയിട്ട് നിൽക്കുന്നത് ഏരിയ മുഴുവൻ മാതള നാരങ്ങയ്ക്ക് പറ്റിയ ഏരിയ.
കൂടുതലും മാതളാരങ്ങ. വെള്ളക്കെട്ടുകൾ ഇങ്ങനെ വന്നത് നമ്മൾ ഹൈവേയിലേക്ക് കയറും. കർണാടക രജിസ്ട്രേഷൻ. ഫുഡ് വല്ലതാണോ കഴിക്കാൻ? കരിമ്പ് കരിമ്പിൻ ജ്യൂസിന്റെ ഒരു മല കയറി അങ്ങ് പോവാം. ഇനിയിപ്പോൾ എത്ര 100 കിലോമീറ്റർ ഉണ്ടോ നമുക്ക്? ഇത്രയുണ്ട് അതല്ലേ? 103 കിലോമീറ്ററും കൂടി ഇനി ഓടാനുണ്ട്. അടുത്ത ലോഡ് എടുക്കുന്ന ഏജൻസിയിലേക്ക് അവിടെ ചെന്നാൽ അറിയാം ഇനി എങ്ങോട്ടാ ലോഡെന്ന്. കുൽഫി ആ ഒരു മല മുഴുവനെ ചൂട്ടിനെ തുരന്നോരുന്ന് മുകളിലോട്ട് ചെല്ലുക. 2 കൊല്ലത്തിനുള്ളിൽ അത് മുഴുവൻ പൊട്ടിച്ച് തീർക്കുമാർ. പറഞ്ഞ മലയുടെ കാര്യം അറിഞ്ഞ ചൂട്ടിന്ന് പൊട്ടിച്ച് കയറിയപ്പോ In 400 meters, slight left onto Hindupur Madalasira Tumkur Road, State Highway 96. കഴിച്ചില്ല പറഞ്ഞതുണ്ടോ? ഈ ഒരു മല മുഴുവൻ Make a slight left onto Hindupur Madalasira Tumkur Road, State Highway 96. മടുഗിരി നേരെയാണല്ലോ. അതാ നേരെ കാണിക്കുന്നത്. ശരി, ഒന്ന് മാപ്പ് നോക്കട്ടെ. ഇതാണ് മധുഗിരി. ഏഷ്യയിലെ ഏറ്റവും വലിയ മോണോലിഥിക് പാറകൾ റോക്സ് ഉള്ള സ്ഥലമാണ്, സിറ്റിയാണിത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മോണോലിഥിക് റോക്സ് കാണുന്ന അതൊക്കെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? മോണോലിഥിക് റോക്സ് സിറ്റിയാണ്. മോണോലിഥിക് റോക്ക് സിറ്റി മടിഗിരി അതാക്കി. മുകളിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ, കോട്ടയോ അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട് ചെറുതായിട്ട്. ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഏരിയ മുഴുവൻ ഇതുണ്ട്. കാണാം ഇതാണ് സംഭവം. എന്താണെന്നറിയില്ല, എന്നാ പൊക്കത്തിലാണെന്ന് എന്നാ സംഭവം എന്ന് എനിക്കും മനസ്സിലായി. മോണോലിഥിക് റോക്സ് എന്ന് പറഞ്ഞാൽ എന്നാണെന്ന് നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കറിയാവുന്ന ഇത്ര മാത്രം ഗൂഗിൾ അമ്മയോട് ചോദിക്കാം ഇനി. അതൊക്കെ നമുക്ക് അതെ
ഒരു പാറയുടെ മുകളിൽ വേറൊരു പാറയെടുത്ത് വെച്ചേക്കുന്നു. നേരത്തെ നമുക്ക് പാറയുടെ മുകളിൽ കയറി. സംഭവം സെറ്റപ്പാണ് കാണാൻ. ഏരിയ മുഴുവൻ അതാ ഇങ്ങനത്തെ. അതെ, ഒറ്റപ്പാറയാണ്. ആ, ഒറ്റപ്പാറ ടൈപ്പ്. ഇതെല്ലാം പൊട്ടിച്ച് ഒരു സൈഡിൽ നിന്ന് പൊട്ടിച്ച് കയറി വരുന്നുണ്ടല്ലോ. ഇത് എത്ര പൊട്ടിച്ചാലും തീരെയാകാത്തത്ര ഉണ്ട്. മോണോലിഥിക് എന്തോ സംഭവം എന്ന് മനസ്സിലാവും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഗൂഗിളിൽ കയറി നോക്കാം. നല്ല രസമുണ്ട് ഇതിലെ യാത്ര ചെയ്യാൻ. ആ, ചെറിയൊരു തണുപ്പുണ്ടല്ലേ, തണുത്ത കാറ്റ്. അതെ, കാണാൻ പറ്റി. നേരത്തെ കടന്നുപോയി. ചെണ്ടുമല്ലി മല്ലി ചെണ്ടുമല്ലിക അടിപൊളി ടൗണുകളല്ലേ. നല്ല പാട്ടല്ലേ അത്. എന്ത് രസം. മലകൾക്ക് നടുവിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നീന്ന് പറഞ്ഞോ, ഇങ്ങോട്ടും നോക്കിയാൽ അടിപൊളിയായിട്ട് 1x-ലിടാം. ഇങ്ങനെ ഇടാം. നോക്കി ഇതാ കഴിച്ചല്ലേ. മൈസൂർ 234. നമുക്ക് വായിക്കൊള്ളുന്ന പേരൊന്നുമല്ലോ. അടിച്ചു പൊളിച്ച് യാത്രയാണ്. എൻജോയ് ചെയ്ത് കണ്ടോ ഈ കാഴ്ചയൊക്കെ കണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യണം. എന്റെ എടുത്തോണ്ടിരിക്കുക. പാട്ടുപാടി അങ്ങനെ ഇരിക്കുവായിരുന്നു. ആസ്വദിച്ച്. സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇത് ഡ്രൈവർമാർക്ക് മാത്രമുള്ളൊരു ഭാഗ്യമാണ്. കാര്യം പറയല്ലോ, എവിടെ ടൂർ പോയില്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, അവർ ഞങ്ങളുടെ കൺകുളിട്ട് കാണുന്ന കാഴ്ചകൾ, അത് വീഡിയോ കൂടി നിങ്ങൾക്ക് എത്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കൊണ്ടേ കളിച്ചാൽ പറ്റില്ലല്ലോ. ഓക്കെ, ഇത് നമ്മൾ മാത്രം ഭാഗ്യം. നമ്മുടെ സ്വന്തം അഹങ്കാരമാണ് ഡ്രൈവേഴ്സിന്റെ. ഈ കാഴ്ചകൾ കാണാനും എല്ലാ വഴിക്ക് ചെല്ലാനും അഹങ്കാരം. ചിലപ്പോൾ നിങ്ങളൊക്കെ കാറിനൊക്കെ ടൂർ പോകുമായിരിക്കും, അവിടെ എല്ലാം കാണാൻ പോയിരിക്കും. പക്ഷെ ഇതുപോലെ നിങ്ങളെ എല്ലാ സ്പോട്ടുകളിലും എത്തിയത്, മുക്കിലും മൂലയിലും എത്തിയില്ല. അതാണ് ഡ്രൈവേഴ്സിന്റെ ഒരു ഭാഗ്യം. അത് ചെറിയ ഗ്രാമത്തിലൂടെയും ടൗണുകളിലൂടെയും ഉള്ളേരിയയിലും അതെ, അഹങ്കാരത്തോടെ പറയാം, ഏത് സൈഡിലൂടെയും പോകാം. എത്തിച്ചു തരും. ഓരോ ബുക്കും പോലെ നിങ്ങൾക്ക് കണ്ടാൽ മാത്രം മതി. ലൈക്ക് ചെയ്താൽ തീർച്ചയായിട്ടും പറയുന്നതാണ്.
കാണുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലേ. പിന്നെ വീഡിയോ എടുക്കേണ്ട രീതി, അതെ വീഡിയോ എടുക്കേണ്ട രീതിയും വിശദമായിട്ട് ഏതോ സ്ഥലമൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല, അത് വേറെ കാര്യം. അതെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ കാഴ്ച ഞങ്ങൾ കാണുന്ന അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നു, ഊട്ടിയിടുന്നു, നേരെ അപ്ലോഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ കാഴ്ചയൊക്കെ നോക്കിയാൽ മലനിരകൾ ഉണ്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. പറഞ്ഞാൽ മനസ്സിലാവൂല, അത്രയും ഭംഗിയാണ് ഇവിടെ. ചെറിയൊരു തണുപ്പുള്ള അന്തരീക്ഷമാണ്. देशवासियों को अरे എന്താ അതെ ആ മലയിലെ മഴ പെയ്യുകയാണെന്നല്ലോ. അങ്ങ് ദൂരെ ആ മല കാണുന്ന മലയിൽ മഴ പെയ്തോണ്ടിരിക്കും. അവിടെ മഴ പെയ്തോണ്ടിരിക്കുന്നു. അവിടെ മഴ പെയ്യുന്നു, ഈ മല മഴയില്ല. കണ്ടോ വ്യത്യാസം കണ്ടോ? രണ്ട് സൈഡിലെ വ്യത്യാസമാണ്. ഇത് രണ്ടും ഫീൽ ചെയ്യാൻ ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യം, അതിന്റെ സൗന്ദര്യം മാത്രമല്ല ജീവിതരീതികള്. നമ്മുടെ കേരളത്തില് വെറുതെ ഒരാള് ജോലി എടുത്ത് കഷ്ടപ്പെട്ട് 19 ലക്ഷം കൊണ്ട് വീട് പണിയും. ഇവിടെ സിമ്പിൾ ആയിട്ട് 4 കട്ടയും വെച്ച് ഷീറ്റ് ജീവിക്കില്ലേ? പക്ഷെ നമ്മളെക്കാളും പോലെ ചെലവാക്കുന്ന ഒരു വീടിനുണ്ടില്ല. അല്ല, നമ്മളെക്കാളും കൂടെ സമ്പന്നരുമാണ് അവര്. കൃഷിയാണ് അവരുടെ ഉദ്ദേശം. അതെ, സ്ഥലത്ത് കൃഷിയുണ്ട്. നമ്മള് വീട് പണിയുന്ന പൈസ അവര് സേവ് ചെയ്ത് കൃഷി ചെയ്യുന്നു, അതിന്റെ ഇരട്ടി ഉണ്ടാക്കുന്നു, സമ്പാദിക്കുന്നു. 4 ചെമ്മരനുള്ള ഒരു ഷീറ്റ് അവിടെ ചെയ്യുന്നു. നമ്മളെ മറ്റേ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്, അപ്പുറത്തെ വീട്ടിൽ 3 ബെഡ്റൂം ആണ്. അടുത്ത പ്രശ്നം നമുക്ക് 4 ആക്കണം. എങ്ങനെ ജീവിക്കാന്നല്ല. അല്ല, വേറെ രസം, അപ്പുറത്തെ വീട്ടുകാർ മുറ്റത്ത് കയ്യിലിട്ട് ഇപ്പുറത്തെ വീട്ടുകാർ പുഴയല്ല, ഇത് കുടിവെള്ളം. ഇത് ചെറിയൊരു തടാകം കേട്ടോ, നാച്ചുറൽ പാർക്കാണ്. പാർക്ക് തടാകങ്ങളാ ഇവിടെ. അതെ അതെ, ബോള് പോലെ ഓരോ മല ഓരോ ബോള്, ഫുട്ബോള് കമത്തി വെച്ചിട്ട് പകുതി കട്ട് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഓരോ മലകൾ. ആ സൈഡ് മുഴുവൻ മഴയാണ്, മഴയും കോടയും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളിതിപ്പോൾ അതിൻ്റെ അകത്തോട്ട് പെടാൻ പോവുക. ഇപ്പം ഇത് അവിടെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മഴ കിട്ടും. മഴയ്ക്ക് കണ്ടോ, സൈഡ് മുഴുവൻ മഴ പെയ്തിരിക്കുന്ന, ഈ സൈഡ് മഴയില്ല. എന്താ രസമല്ലേ? കണ്ടോ, നമുക്ക് മഴ വന്നു തന്നെ, നമുക്ക് മഴ വന്നു തുടങ്ങി. കണ്ടോ, ഇവിടെ മുതൽ മഴ തുടങ്ങി. ഇത്രയും നേരം നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, മഴയിലേക്ക് മാറി.
പോകുന്നത് ചെണ്ടുമല്ലി കൃഷിയാണ്. ഇങ്ങനെ പൂത്ത് നിൽക്കുക. ഇതെല്ലാം നമുക്ക് കേരളത്തിലേക്കുള്ള സാധനം ഇതൊക്കെ. ഓക്കെ, അതെ, എല്ലാം നമുക്കുള്ളത് തന്നെയാണ്. മേടിക്കേണ്ട, വേറെ കൊണ്ടുപോകാനുള്ള തന്നെ. ഇത് പ്രത്യേകത, അര സെന്റ് ഉള്ളതിലും 1 സെന്റ് ഉള്ളതിലും അവരതിൽ കൃഷി ചെയ്യും. നമ്മളങ്ങനെയല്ല. അര സെന്റ് ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയും ചുമ്മാ ഒരു 2 റബ്ബർ അങ്ങ് വെച്ച് പിന്നെ കാലം ഒരു ആ റബ്ബർ കൊണ്ട് ജീവിക്കാൻ വേണ്ടി നോക്കും. അതാണ് പ്രത്യേകം. മുഴുവൻ കൃഷിപ്പാടമാണ്. ഓരോ സൈഡായിട്ട് ഒരുക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. പണിക്കാരുണ്ട് അവിടെ. അതെ, അതെ. എന്താ അതിൽ കൂടുതൽ അവര് ഓരോ വർഷം അവരുണ്ടാക്കുന്നുണ്ടല്ലോ. അത് വെച്ച് നോക്കും. 5 കൊല്ലം കാത്തിരിക്കണ്ടേ. ഈ 5 കൊല്ലം അവരെന്ത് ചെയ്യും? പിന്നെ മഴയായിപ്പോ എല്ലാവരും ഈ റോഡിന്റെ സൈഡിൽ കൂടെ നോക്കിയ മരം. അതെ, പുളിയാണ്. കുടംപുളി അല്ല, വാളംപുളി. സോറി, വാളംപുളി നട്ടുപിടിപ്പിച്ച് ഇതെല്ലാം എന്തൊക്കെയോ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് പോയി, മഴയും പോയി. പിന്നെ ആ പാറ, ആ മല നോക്കിയ എന്ത് ഹൈറ്റിലല്ലേ ഉള്ളത്. എന്ത് ഹൈറ്റില്ല. മഴയായോണ്ട് കാണത്തില്ല. അത് നോക്കിയ ഭയങ്കര അജാനു ആവും. അത് ചോട്ടീന്ന് ഓരോ ചോട്ടീന്ന് പൊട്ടിച്ചെടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താ ഹൈറ്റ് എന്ന് കണ്ടു. ഇത്ര നേരം കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതാണ്. ഞങ്ങൾ മടകരി ബൈപ്പാസ് റോഡിലേക്ക് കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അമ്മേ, എന്താ ഹൈറ്റ് എന്ന് നോക്കി. അതിൻ്റെ മുകളിലൊരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ഒരു അമ്പലങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇത്രയും നേരം വന്ന് ഈ മലയുടെയൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരുന്നു. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് ഇപ്പുറത്തൂടെ. അപ്പം മലയ്ക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും. ഇത്രയും നേരം അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നു. ഈ വഴി കാണാൻ നല്ല ഭംഗിയാണോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
കർണാടക ബോർഡർ കഴിഞ്ഞെന്ന് തോന്നുന്നു. കർണാടകയിൽ കയറി. ഒരു തടാകമുണ്ട് അവിടെ. കുറവാ. നാച്ചുറലായിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഈ സൈഡ് ചെറിയ വീടുകൾ ടൗണുകളോ എല്ലാം, ആ സൈഡ് മലകൾ, കൃഷി, അങ്ങനെ എന്ത് രസമാണ്. ഇവിടെയൊക്കെ വന്ന് താമസിക്കണം. ഇപ്പോഴും ചൂടില്ല, ചെറിയൊരു തണുപ്പാണ് അന്തരീക്ഷത്തിൽ, ചൂടില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലങ്ങളൊന്നുമില്ല. Head north. In 200 meters, turn left. രസം ഒക്കെ കാണണം. മടുകിരി കേട്ടോ, മടുകിരി അതിലൊക്കെ വരുന്നുണ്ട്. ഇതിലെയൊക്കെ വന്ന് കാണും. കാഴ്ചകളുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ളവർക്ക്, അല്ലാത്തവർക്ക് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഡബിൾ ലൈൻ റോഡാണ്, പക്ഷേ ഒരു വണ്ടി പോലും ഇല്ല. ഞങ്ങൾ ബാംഗ്ലൂർ എത്താറായി. ബാംഗ്ലൂരിലെ അവിടെ ലോഡിങ് ഏജൻസിയിലേക്ക് വരുവാണ്. ബാക്കി വീഡിയോ നാളെ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നാളെ ലോഡുണ്ടോ എന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിലേ വീഡിയോ ഉണ്ടാവില്ല.